മക്കളെ വാർത്തല്ല നബിദിനത്തിന്റെ സ്റ്റേജ് ഇങ്ങനെ കിട്ടണ അടിച്ചാപ്പൊളി പരിപാടിയിലാട്ടോ. നല്ല പരിപാടിയില്ല. കുറെ നേരം ഞങ്ങൾ എല്ലാവരും തുടങ്ങിയിട്ട് പല അതിലും എന്താ പറയാ റസൂൽ നബിദിനം കഴിച്ചിട്ടില്ല, മറ്റൊരു കഴിച്ചിട്ട് ആശാബീർ കഴിച്ചിട്ടില്ല. പിന്നെ ശിഹാബുദങ്ങൾക്ക് കിട്ടാത്ത സ്വർഗ്ഗമൊന്നും മക്കളെ നമുക്ക് വേണ്ട. AP സാറിന് കിട്ടാത്ത സ്വർഗ്ഗം നമുക്ക് വേണ്ട. ജിഫ്രീദങ്ങൾക്ക് കിട്ടാത്ത സ്വർഗ്ഗം നമുക്ക് വേണ്ട. അതൊരു കാര്യമില്ല. കാരണം എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒട്ടുമിക്ക 90% കാര്യങ്ങളും വളരെ മോശപ്പെട്ട 10% നമ്മൾ ചെയ്യേണ്ടത് നല്ലത്. അത് ഓക്കെ. പിന്നെന്താ പറയാ നമ്മൾ ശിഹാബുദങ്ങളെയും അതേപോലെ ജിഫ്രീദങ്ങൾ AP സാറിനൊക്കെ ബഹുമാനിച്ചെന്നുള്ള പേരിൽ നമുക്ക് സ്വർഗ്ഗം കിട്ടണമെങ്കിൽ അത് കിട്ടിയാൽ മതി. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം നിങ്ങളുടെ അന്തസ്സിൽ ആഘോഷിച്ചോളി. അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? സൂറത്തുൽ അഹ്സാബ് 63-ാമത്തെ ആയത്ത്, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖം ഞാൻ നരകത്തിലേക്ക് കുത്തിയെറിയുന്ന ദിവസം. എന്തുകൊണ്ടറിയോ? ദുനിയാവിൽ അവർ എന്നെ പരിഗണിച്ചില്ല, എന്റെ റസൂലിന്റെ സുന്നത്തിനെ പരിഗണിച്ചില്ല. നോക്കിയതായ നാട്ടുകാരൻ, നേതാക്കന്മാര്, അവരുടെ ശൈഖന്മാര്. ശൈഖന്മാരെന്ന് ഞാൻ എന്റെ മുഖം പറഞ്ഞല്ല. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല ആയത്തിന്റെ തഫ്സീർ പറഞ്ഞെന്താ അറിയോ? കേട്ടോളി. അവര് പറയും അല്ലാഹുവോട്, ഇത്തബഅന അസ്സാദ, നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ ഫോളോ ചെയ്തു. വഹുമുൽ ഉമറ, ആരാണ്? ഉമറാക്കൾ, നാട്ടിൽ വലിയ പൈസക്കാരായ ആൾ, പള്ളി കമ്മിറ്റിക്കാർ. വൽ കുബറാഉ മിനൽ മശ്യഖ, അതേപോലെ നമ്മുടെ വലിയ വലിയ ശൈഖന്മാര്, നമ്മുടെ വലിയ വലിയ ഉസ്താദന്മാര്. ഞാൻ പറഞ്ഞല്ല, ഇബ്നു കസീർ റഹ്മഹുല്ലാഹു പറഞ്ഞതാണ്. അവരെയാണ് ഇവര് നോക്കിയത്. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അതിന്റെ പേരിൽ അവരെ ഞാൻ നരകത്തിലിട്ട് കത്തിക്കും. അന്നേരം ഇവര് പറയും, യഖൂലൂന, അവര് പറയും, യാ ലൈതനാ, ഓഹോ നമുക്കെന്തൊരു നാശമാണിത്. അതഅന അല്ലാഹ വ അതഅന റസൂല, ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചെങ്കിൽ മതിയായിരുന്നു എന്നെന്റെ അടുത്ത് വന്നിട്ട് പറയും.